അസ്ലം കോഴിക്കോട്ടെ EVM എണ്ണി തുടങ്ങിയോ? EVM എടുത്ത് എണ്ണി തുടങ്ങിയില്ല. പോസ്റ്റൽ ബാലറ്റുകൾ മാത്രമാണ് ഇപ്പോഴും എണ്ണിക്കൊണ്ടിരിക്കുന്നത്. എലത്തൂരിൽ 32 വോട്ടുകൾക്ക് ശശീന്ദ്രൻ മുന്നിട്ട് നിൽക്കുകയാണ്. ബേപ്പൂരിൽ 120 വോട്ടുകൾക്കാണ് റിയാസ് മുന്നിൽ നിൽക്കുന്നത്. ബാലുശ്ശേരിയിൽ 56 വോട്ടുകൾക്ക് UDF മുന്നിലാണ്. കുന്നമംഗലത്താണെങ്കിൽ LDF ആണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത്. ഏറ്റവും പുതിയ വിവരങ്ങൾ നമുക്ക് വരികയാണെങ്കിൽ കൊഴുവടിയിൽ PK ഫിറോസ് 67 വോട്ടുകൾക്ക് മുന്നിൽ നിൽക്കുന്നു. തിരുവമ്പാടിയിൽ ലിൻഡോ ആദ്യഘട്ടത്തിൽ തിരുവമ്പാടിയിൽ കാസിമായിരുന്നു മുന്നുണ്ടായത്. അതേസമയം 24 വോട്ടുകൾക്ക് ലിൻഡോ മുന്നിൽ നിൽക്കുകയാണ്. പാലശ്ശേരിയിൽ 28 വോട്ടുകൾക്ക് LDF, അതായത് ആദ്യഘട്ടത്തിൽ VK സൂരജായിരുന്നെങ്കിൽ ഇപ്പോൾ സച്ചിൻ ദേവ് പോസ്റ്റൽ വോട്ടിൽ ലീഡ് പിടിച്ചു എന്ന് പറയാം. ആ രീതിയിലേക്ക് മുന്നോട്ട് പോവുകയാണത്. വടകരയിൽ UDF ആണ് പോസ്റ്റൽ വോട്ട് മുതൽ തന്നെ UDF KK രമ മുന്നിൽ നിൽക്കുന്നുണ്ട്. നാദാപുരത്ത് LDF, നമുക്കറിയാം KM അഭിജിത്ത് ശക്തമായ മത്സരം കാഴ്ചവെക്കുന്ന അവിടെ പോലും LDFിന്റെയാണ് ആദ്യ ലീഡ് നില വരുന്നത്. 11 വോട്ടുകൾക്ക് പോസ്റ്റ് വോട്ടുകൾ. കോഴിക്കോട് ഒരിടത്തും EVM എണ്ണി തുടങ്ങിയില്ല. അതേസമയം മന്ത്രി വീണ ജോർജിനെതിരെ അബിൻ വർക്കി 91 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. ആറന്മുളയിൽ നിന്നാണ്. UDF ആണ് 88, പിന്നെ 91. അടൂരിൽ UDF 31 വോട്ടിൽ ലീഡ് ചെയ്യുന്നു. ആറന്മുളയിൽ UDFന്റെ ലീഡ് തുടക്കം മുതൽ തന്നെ കാണാം. ഒറ്റത്തവണ മാത്രമാണ് ചെറിയ മാറ്റം വന്നത്. വീണ ജോർജിനെതിരായി അബിൻ വർക്കി തുടർച്ചയായ ലീഡ് നിലനിർത്തുകയാണ്. നമുക്ക് തിരുവനന്തപുരം ജില്ലയിലെ നേമത്ത് NDA ലീഡ് നിലനിർത്തുകയാണ്. 78 വോട്ടിന് രാജീവ് ചന്ദ്രശേഖർ ലീഡ് ചെയ്യുന്നു. തിരുവനന്തപുരത്ത് പക്ഷേ UDF ലീഡ് തിരിച്ചു പിടിച്ചിരിക്കുന്നു. 38 വോട്ടിന് UDF ലീഡ് ചെയ്യുകയാണ് തിരുവനന്തപുരം മണ്ഡലത്തിൽ. ഉടുമ്പൻചോല, ഇടുക്കി ജില്ലയിൽ നോക്കുകയാണെങ്കിൽ ഉടുമ്പൻചോലയിൽ UDF 41 വോട്ടിന് ലീഡ് ചെയ്യുന്നു. അമ്പലപ്പുഴയിൽ G സുധാകരൻ 63 വോട്ടിന് ലീഡ് തിരിച്ചുപിടിച്ച് ലീഡ് തുടരുകയാണ്. ആലപ്പുഴയിൽ LDF, പാലായിൽ UDF 80 വോട്ടിൽ ലീഡ് ചെയ്യുന്നു. നമുക്ക് കോട്ടയത്തേക്ക് പോകണം. അവിടെ EVM എണ്ണി തുടങ്ങിയെന്ന് അറിയണം. കൊല്ലത്ത് EVM എണ്ണി തുടങ്ങിയെന്നാണ് മനസ്സിലാക്കുന്നത്. കൊല്ലത്തെ ഫലസൂചനകൾ. തൃശ്ശൂരിലേക്ക് വീണ്ടും പോകാം. നാട്ടികയിൽ LDF 400 വോട്ടിന് ലീഡ് ചെയ്യുന്നു. LDF 350 വോട്ടിന് ചേലക്കരയിൽ ലീഡ് ചെയ്യുന്നു. ചേലക്കര LDFന്റെ ഒരു സ്ട്രോങ്. ചേലക്കരയിലും നാട്ടികയിലും LDF ലീഡാണ്. ഒരിടത്ത് 350, നാട്ടികയിൽ 400. നാദാപുരത്ത് LDF ലീഡ് ചെയ്യുന്നു 11 വോട്ടുകൾക്ക്. കുറ്റ്യാടിയിൽ UDF ലീഡ് ചെയ്യുന്നു 21 വോട്ടുകൾക്ക്. നാദാപുരത്ത് LDF ലീഡാണ് നമ്മൾ ആദ്യം കാണുന്നത്. അപ്പൊ നാദാപുരത്ത് KM അഭിജിത്ത് മത്സരിക്കുന്ന UDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന മണ്ഡലം കൂടിയാണ്. അവിടെ പക്ഷേ LDF ലീഡ് ചെയ്യുന്നു. ആദ്യത്തെ ഫലസൂചനകൾ പുറത്തു വരുമ്പോഴാണ്. വടക്കാഞ്ചേരിയിൽ, തൃശ്ശൂരിൽ 410 വോട്ടുകൾക്ക്. ആലപ്പുഴയിൽ UDF സ്ഥാനാർത്ഥി G സുധാകരൻ 61 വോട്ടിന് മുമ്പിലാണ്. പരശുരാമനെ വേണം. 410 വോട്ടുകൾക്ക് വടക്കാഞ്ചേരിയിൽ LDF ലീഡ് ചെയ്യുന്നു. അവിടെ പോസ്റ്റൽ ബാലറ്റിൽ എണ്ണി തുടങ്ങിയ സംശയം. നമ്പർ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. മലപ്പുറത്ത് സ്വാഭാവികമാണ് UDF മങ്കടയിൽ ലീഡ് ചെയ്യുന്നുണ്ട്. കിട്ടിയ പാലായിൽ ആകെ UDFന് 236 വോട്ട്, LDFന് 156 വോട്ട്, NDAക്ക് 86 വോട്ട് എന്നുള്ളതാണ്. അവിടെ നമുക്ക് പാലായിലെ ഇപ്പോഴത്തെ സ്ഥിതി